വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ റീഡിംഗ് കാണുന്നതോടുകൂടി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണുന്നതോടുകൂടി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള താല്പര്യം എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. യെസ്, ഫസ്റ്റ് തന്നെ നമുക്ക് ഡെല്യൂഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇവിടെ ഒരുപാട് നിങ്ങളെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകള് അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണകൾ, അത് മിഥ്യാധാരണ എന്ന് പറയുമ്പോൾ തെറ്റാകാം ശരിയാകാം അല്ലേ, ഒന്നില്ലെങ്കിൽ ശരിയാകാം അല്ലെങ്കിൽ തെറ്റാകാം. അങ്ങനത്തെ ഒരു ഫീലിങ്സിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണകൾ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതേ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്തൊക്കെ വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ആ ഒരു തെറ്റിദ്ധാരണകളിലൂടെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയത്. അതായത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകള്, നിങ്ങളെ കുറിച്ചിട്ടുള്ള സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം, ചിന്തകള് എന്നീ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ സംശയങ്ങൾ വരുന്ന രീതിയിലാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളെ സംശയിക്കുക അല്ലെങ്കിൽ നിങ്ങളോടുള്ള തെറ്റിദ്ധാരണകൾ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് സംശയം തോന്നിക്കുക, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത് ഈ പേഴ്സന്റെ മാത്രം തെറ്റല്ല, അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തി വന്നതോടുകൂടി അങ്ങനെ ആയതായിരിക്കാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണകളിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു തെറ്റിദ്ധാരണകളിൽ നിന്നും ഒന്നും തനിക്ക് ലഭിക്കാനില്ല. പകരം ഒരു പോസിറ്റിവിറ്റി ആയിട്ട്, അതായത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. അതായത് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾക്ക് ഈ പേഴ്സൺ അത് പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു മാഹാത്മ്യം, നിങ്ങളുടെ ആ ഒരു മഹത്വം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ നല്ല നല്ല സ്വഭാവം, ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ പേഴ്സൺ അറിയാനായിട്ട് വൈകിപ്പോയി എന്നാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ആൾക്കാരാണ്. മനോഹരം എന്ന് പറയുമ്പോൾ അത് പുറമേ കാണുന്നതാകാം, സൗന്ദര്യമുള്ള ആൾക്കാർ പുറമേ കാണുന്ന സൗന്ദര്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ നന്മയാകാം, നിങ്ങളുടെ സ്വഭാവ രീതിയാകാം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ഇത് നിങ്ങളെ മാറി നിന്ന് വീക്ഷിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളെ വളരെയധികം ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയുക, ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പാവമാണ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര ആത്മാർത്ഥതയുള്ള വ്യക്തികളാണെന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം പോസിറ്റീവാണ്,
നിങ്ങൾ എത്രമാത്രം നല്ലവരാണ് എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചിന്തിക്കാന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് സംശയത്തോടു കൂടിയാണ് അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത രീതിയിലൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് താല്പര്യമുണ്ട്, നിങ്ങളോട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ന്യൂ യു ആർ ലൗഡ് എന്നാണ്. അതായത് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സ്നേഹമാണുള്ളത്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങൾ തിരിച്ച് ഈ പേഴ്സണെ സ്നേഹിക്കണം, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ആദ്യമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളായിരിക്കാം, ഒരുപക്ഷെ ഈ പേഴ്സൺ ആയിരിക്കാം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ഒരു ലക്ഷ്യബോധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആദ്യമൊക്കെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നോ ഇതിനൊരു മാറ്റം ഉണ്ടാക്കണമെന്നോ അങ്ങനെയൊന്നും ഈ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല. എങ്ങനെയാണോ വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു പർപ്പസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യബോധത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലക്ഷ്യബോധത്തിലേക്ക് വരിക എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പറഞ്ഞ് പരിഹരിച്ച് തീർക്കണമെന്നും ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് താൻ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്തയിലേക്കും ലക്ഷ്യബോധത്തിലേക്കുമാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കിവിടെ കാണാൻ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ എന്ത് കാര്യത്തെയും നേരിടാനുള്ള ഒരു ധൈര്യപൂർവമായിട്ടുള്ള മനസ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണ് ചാലഞ്ചേഴ്സിനെ പേടിയായിരുന്നു. അതായത് എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ഈ വ്യക്തിക്ക് വളരെയധികം പേടിയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയാ, ഒരുപാട് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരത്തിലുള്ള ചാലഞ്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ചാലഞ്ചിനെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. പേടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ ഭയങ്കരമായിട്ട് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ട്, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്, സ്വന്തമായിട്ടൊരു തൻ്റെ ഇടത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്, തൻ്റെ ഇടത്തോടു കൂടി നിൽക്കാൻ പറ്റുന്നുണ്ട്, ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്, അഭിപ്രായം പറയാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പ്, അതായത് ഈ റിലേഷൻഷിപ്പ് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോകണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഓക്കെ, അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണ് ഒരു തരത്തിലും എന്താ പറയാ, ഒരു തരത്തിലും താഴ്ന്നു പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുവരണമെന്നും ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരണമെന്നുമാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, വലിയൊരു മാറ്റം. അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇവിടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പേഴ്സണ് പ്രത്യേകിച്ച് നിങ്ങളോടൊരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, ആ ഒരു താല്പര്യം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു താല്പര്യമെല്ലാം
വർദ്ധിപ്പിച്ചെടുക്കാൻ, അതായത് നിങ്ങളോടുള്ള ഫീലിങ്സ്, നിങ്ങളോടുള്ള ഇമോഷൻസ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനോടുള്ള വിശ്വാസം, ഇതെല്ലാമാണ് ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ അത് എങ്ങനെയെങ്കിലും പഴയതുപോലെ, അല്ലെങ്കിൽ പഴയതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുമായിട്ട് മുന്നോട്ട് വരണം, നിങ്ങളുമായിട്ട് ഒരുമിച്ച് വരണം എന്നുള്ള ഒരു ചിന്താഗതി. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർദ്ധിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ പണ്ടത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലും മുന്നോട്ട് വരാനായിട്ട് താല്പര്യപ്പെടുന്നില്ലായിരിക്കാം. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എന്താ പറയാ, താല്പര്യമുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയാ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കണം, കൂടുതൽ സ്നേഹത്തിലാകണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു റീഡിംഗ് ആയിരുന്നു. അത് മാത്രമല്ല, നിങ്ങളോടുള്ള താല്പര്യം ഓരോ ദിവസവും കഴിയുന്തോറും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തി പഠിക്കുന്നുണ്ട്, ഒരുപാട് അനുഭവങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.